കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്ന തനിക്കെതിരെ ഉണ്ടെങ്കിൽ സ്ത്രീ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുണ്ടെങ്കിൽ താനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ്. ആ സമയത്തുണ്ടെങ്കിൽ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അമ്മയിലുണ്ടെങ്കിൽ ഇതെനിക്ക് മതത്തിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും കയറ്റാൻ പാടില്ല എന്നുള്ള രീതി പറഞ്ഞത് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് തനിക്കെതിരെ ഇതിനെക്കൊണ്ടെങ്കിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ആരെ എന്തോ എന്നുള്ള രീതിയിലൊന്നും ആ സമയത്ത് അൻസിബ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് ഞാനാണ് ചെയ്തത് അല്ലെങ്കിൽ ഞാനാണ് പരാതി കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി പ്രിയ ഉണ്ടെങ്കിൽ രംഗത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. അത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് ഞാൻ ദുബായിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതിനെക്കുറിച്ചുള്ള കാര്യം ചോദിച്ചുകൊണ്ട് അൻസിബ എനിക്കൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടതിന് ശേഷം എൻ്റെ ഭർത്താവ് ഞാൻ തമ്മിൽ ഭയങ്കര പ്രശ്നമായി. അതൊരു മാസം കൊണ്ടെങ്കിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പലവട്ടം അൻസിബയെ വിളിച്ച് കാര്യം പറഞ്ഞാണ് എൻ്റെ ഭർത്താവിനെ കണ്ടിത് സംസാരിക്കണമെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടി സഹായിക്കണമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ അൻസിബ അതൊന്നും കേട്ടിട്ടില്ലായിരുന്നു. ഞാൻ പലവട്ടം പറഞ്ഞതാണ് ഒന്ന് നേരിട്ട് വരണം അല്ലെങ്കിൽ ഫോണെങ്കിലും ചെയ്യണമെന്നുള്ള രീതി. പക്ഷേ അതൊന്നും സമ്മതിച്ചില്ല. അവസാനം തനിക്കത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. അതുകൊണ്ടാണ് താൻ ഇതിനകത്തുള്ള ഒരു പരാതി കൊടുത്തതെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും അതുമായിട്ടുള്ള ഒരു കാര്യവും ബന്ധമില്ലെന്നും ഇതാണെങ്കിൽ ലക്ഷ്മി പ്രിയ ഉണ്ടെങ്കിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്.